നമോ ഭഗവതേ വാസുദേവായ. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. മയാധ്യക്ഷേണ പ്രകൃതിഃ സൂയത്തെ സചരാചരം. ഹേതുനാനേന കൗന്തേയ ജഗദ്വിപരിവർത്തത്തെ. അവജാനന്തി മാം മൂഢാഃ മാനുഷിം തനുമാശ്രിതം. പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9, 10, 11 ഈ 3 ശ്ലോകങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിന് ഒന്നുകൂടി നമസ്കരിക്കുന്നു. ഇന്ന് ഏകാദശിയാണ്, ഏകാദശി വ്രതം. ഏകാദശി ദിവസം ഭഗവത്ഗീത, ഭാഗവതം മുതലായ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിന് വളരെ ഫലം കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് വൈശാഖ മാസവുമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പുണ്യമേറിയ ഒരു ദിനമാണ് ഇന്ന്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഇതിൽ കുറച്ച് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞു, ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതെന്നെ വിഷമിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവില്ലല്ലോ. സന്തോഷം, നല്ല വാർത്ത കേൾക്കുമ്പോൾ സന്തോഷിക്കുക, അതിയായ സന്തോഷിക്കുന്നത് പാടില്ല. അതൊക്കെ എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിമനോഹരമായിട്ട് ഒരു മാന്യ ശ്രോതാവ് ഒരു കമൻറ്റ് ചെയ്തു. ഇത് ജനങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ടതില്ല. ഇത് അങ്ങനെ കിടക്കും, യൂട്യൂബിൽ കാലങ്ങൾ ഇങ്ങനെ കഴിയും, ജനങ്ങൾ കാണാനിടയാവും, കേൾക്കും, ശ്രദ്ധിക്കും. അങ്ങനെ ഈ കേൾക്കുന്നവർ, പ്രേക്ഷകർ കൂടി വരും എന്നൊരു നല്ലൊരു കമൻറ്റ് തന്നു. സന്തോഷമായി. അങ്ങനെയെങ്കിലും ഇന്നല്ലെങ്കിലും എന്നെങ്കിലും കുറേ ആൾക്കാരിത് കേട്ട് ഇതിൻ്റെ ആ ഗാംഭീര്യം, അതിൻ്റെ പ്രൗഢമായ അർത്ഥം മനസ്സിലാക്കിയാൽ നന്ന്. ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരം എന്ന ഭാഗത്തിൽ രുക്മിണി ഭഗവാന് ഒരു സന്ദേശം അയക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഭഗവാനെ, ഞാൻ അവിടത്തെ മാത്രമേ വരിക്കുള്ളൂ. ഈ ജന്മത്തിലത് തരായിട്ടില്ല വിചാരിക്കുക. ശതജന്മഭിസ്യാൽ, ഒരു 100 ജന്മം വേണമെങ്കിൽ ഞാൻ എടുക്കും, ജനിക്കും, മരിക്കും. എന്നാണോ എനിക്ക് പുണ്യം ലഭിച്ചിട്ട് ഭഗവാനെ കിട്ടുന്നത്, അതുവരെ ഞാൻ പ്രയത്നിക്കുന്നു. അതുപോലെ ജനങ്ങൾ ഇത് കണ്ടില്ലെങ്കിലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെങ്കിലും കുറേ ആളെങ്കിലും കണ്ട് ഇതിൻ്റെ അർത്ഥത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്കിതിലേക്ക് കടക്കാം. 9ാമത്തെ ശ്ലോകം. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയാം. ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. ഭഗവാൻ പറയുന്നു, ഞാൻ ശരിക്കും ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്തവരെ പോലെ, ഇതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല. കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഭഗവാന്റെ മക്കൾ, പേരക്കുട്ടികളൊക്കെ എത്രയാൾ യാദവന്മാർ എത്രയായിരുന്നു അല്ലേ. അവസാനം നമ്മൾ കണ്ടു, അവർ തമ്മിൽ തച്ച് ജീവൻ ഒടുക്കി. എന്നാൽ ആ സമയത്ത് ഭഗവാൻ ഒരു വിഷമം ഇല്ലേ, എൻ്റെ കുട്ടികൾ കഷ്ടം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല. ഭഗവാൻ ആഗ്രഹിച്ചത് എന്താ വെച്ചാൽ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഭഗവാന്റെ ദൗത്യം കഴിഞ്ഞു, ജന്മം, ഈ ജന്മത്തിൽ ഭഗവാൻ ഇവിടെ അവതരിച്ചു, സ്വർഗാരോഹണം, സ്വന്തം ധാമത്തിലേക്ക് പോകുമ്പോൾ ഞാനിവിടുന്ന് പോയാൽ ഇവർ ഇനിയും ഒരു ഭൂമിക്ക് ഭാരവും. ഭൂമി തൻ ഭാരം കളവരീനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണാഹരി. ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ഭാരം തീർക്കുന്നതാണ്, ഭൂമിയുടെ ഭാരം തീർക്കാൻ. അപ്പം ഭഗവാൻ ഇവിടാണ്ട് പോയി ഈ ആദവന്മാരിൽ നിന്നൊരു ഭാരമായി തീരും. അവർ വളരെയധികം അഹങ്കാരികളും ഒക്കെ ആയിട്ട്, മതാന്ധന്മാരായിട്ട് ലോകത്തിന് ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് അവരെ കൂടി നശിപ്പിച്ചു എന്നാണ്. ആ നാശത്തിൽ ഒട്ടൊരു വിഷമം ഉണ്ടായില്ല ഭഗവാനെന്ന്. അങ്ങനെ താൻ ചെയ്യുന്ന കർമ്മം, അങ്ങനെ ചെയ്യുന്ന ഒരു ആസക്തിയുമില്ലാതെ നന്നായിട്ട് കർമ്മം ചെയ്യുന്നു.
ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അത് ശരിക്കും ഭഗവാൻ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിച്ച് കാണിച്ചു തരുന്നു. എനിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. ഞാൻ ഒരു അധ്യക്ഷനെ പോലെ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പ്രകൃതി അങ്ങനെ എന്താണ് ഈ സൃഷ്ടിക്കുക, അവസാനം ഇതൊക്കെ എന്നിലേക്ക് തന്നെ എത്തിക്കുന്നു. ഇതിന് എന്നെ സഹായിക്കുന്നു. എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിൽ, ജനിപ്പിക്കുന്നതിൽ എന്നെ സഹായിക്കുന്നുണ്ട് ഈ പ്രകൃതി. ഞാൻ അധ്യക്ഷനായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് യാതൊരു ബന്ധവുമില്ല, എന്നാൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. അതിന് രംഗനാഥ സ്വാമി പറഞ്ഞത് ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് അധ്യക്ഷനാണ്, പക്ഷേ നേരിട്ടൊരു കർമ്മം അധ്യക്ഷനായിട്ട് ഇരിക്കാനല്ല ചെയ്യുന്നില്ല. എല്ലാം എൻ്റെ മേൽനോട്ടം, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക, അങ്ങനെ ഉള്ളൊരു സ്ഥാനമാണ് ഭഗവാനുള്ളത്. ഈ പ്രകൃതി അങ്ങനെ സൃഷ്ടിക്കുന്നു, അതൊക്കെ അവരുടെ ജോലി. എല്ലാവരും ചെയ്യുന്നതിനൊക്കെ ഒരു മേൽനോട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരു പ്രവൃത്തിയില്ല. എന്നാ പ്രവൃത്തി ഇല്ലാണ്ടിരിക്കുന്നല്ലോ, കർമ്മനിരതനാണ് ഭഗവാൻ എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. എന്നെ മൂഢന്മാരായുള്ള ആളുകൾ അറിയുന്നില്ല, ഞാൻ വേറൊരു മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരംഭാവം, എൻ്റെ വേറൊരു ഭാവമുണ്ട്, ഞാൻ പരമാത്മാവാണ്, ജഗന്നിയന്താവാണ്, സർവശക്തനാണ്, സർവശക്തനും സർവ നിയന്താവുമാണ്, സർവജ്ഞനാണ് എന്നുള്ള കാര്യം മൂഢന്മാരായുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആരാണെന്ന് അറിയുന്നില്ല. ഇപ്പോൾ രംഗനാഥസ്വാമി വീണ്ടും ഒരു ഉദാഹരണം പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ അല്ല ഒരു ദിവസം ഇങ്ങനെ പൂന്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. റോസ് ഫ്ലവേഴ്സ്, റോസാപ്പൂക്കൾ ധാരാളമുള്ള തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒരു ജെന്റിൽമാൻ അവിടെ വന്നു. ആ തോട്ടത്തിനടുത്ത് ഒരു പൂവ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വിചാരിച്ചത് ഈ ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഗാർഡനറാണ്, പൂന്തോട്ടക്കാരനാണ് എന്നാണ് വിചാരിച്ചത്. ഒരു പൂവ് തരുമോ? ഓ തരാലോ എന്ന് പറഞ്ഞൊരു പൂവ് പറിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. ശ്രീരാമകൃഷ്ണദേവൻ വീണ്ടും ആ ഉപദേശമൊക്കെ നൽകുന്ന, സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഭക്തന്മാരൊക്കെ വന്നിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, ഭഗവാനെ പറ്റി പല 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 കഥകൾ വചനാമൃതമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതിനായിട്ടുള്ള ആ സ്ഥലത്തെത്തി. അപ്പോൾ ഈ വ്യക്തി ഈ ഒരു പൂവ് ചോദിച്ച് പൂവ് കിട്ടിയ ആ ആള് ഇവിടെ ശ്രീരാമകൃഷ്ണദേവനെ കാണാമെന്ന് അദ്ദേഹം അറിയില്ല ആളാരാണ്. ശ്രീരാമകൃഷ്ണദേവനെ കാണണം, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കണം, നമസ്കരിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്ന ആളാ. വന്ന് ഇതിവിടെ ഇങ്ങനെ എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹം അതാ ഇരിക്കുന്നു, ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ഇരിക്കുന്നു, പീഠത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്തന്മാർ ശ്രവിക്കാൻ എല്ലാം കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുക. അദ്ദേഹം നോക്കി, ഞാൻ തോട്ടക്കാരനെ വിചാരിച്ച ആളാണോ ഞാൻ വിചാരിച്ച് കാണാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആള് എന്ന്. അപ്പം പരംഭാവമജാനന്ദോ, പരമായ മറ്റൊരു ഭാവത്തെ പറ്റി അറിയുന്നില്ല എന്ന് പറയുന്നു. ഭഗവാനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയത് വളരെ കുറച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഭഗവാനെ പറ്റി നമ്മൾ വിചാരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ അജ്ഞത കൊണ്ടാണ്. നമ്മളെ അതുകൊണ്ട് മൂഢന്മാരെ എന്നാണ് വിളിക്കുന്നത്. അവജാനന്തി മാം മൂഢാഃ, മൂഢന്മാരായുള്ള ആളുകൾ എന്നെ അറിയുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഭഗവാന്റെ ജീവിതം ആണ് ഒരു ശരിക്കുള്ള ഒരു വ്യക്തി. ഭഗവാൻ പറഞ്ഞതെല്ലാം പ്രായോഗികം ആക്കുന്നു, പ്രാവർത്തികമാക്കുന്നു. വെറുതെ പറയല്ല, പറഞ്ഞത് കാണിച്ചു തരികയാണ് തൻ്റെ ജീവിതത്തിൽ കൂടെ. അപ്പോൾ എനിക്ക് ഇതിലൊന്നും ഒരു ബന്ധമില്ലാണ്ട് ഞാൻ കർമ്മബന്ധമില്ലാതെ കർമ്മം ചെയ്യുന്നു, അങ്ങനെ നിങ്ങളും ചെയ്യണം എന്ന് നമ്മളോട് പറയുമ്പോൾ ഭഗവാൻ അങ്ങനെയൊക്കെ പറയുന്നു. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അല്ല, അങ്ങനെയല്ല, ശരിക്കും അങ്ങനെ കാണിച്ചു തരികയാണ്. പിന്നെ ഞാനൊരു അധ്യക്ഷനായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ എന്നെപ്പറ്റി ജനങ്ങൾ, മൂഢന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അജ്ഞന്മാർ അറിയുന്നില്ല എന്നും പറയുന്നു. ഇങ്ങനെ ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഉപദേശങ്ങളിൽ കൂടെ അർജുനനോട് പറയുന്നത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.